നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 115, ചാപ്റ്റർ നമ്പർ 36, സത്സംഗത്തിൽ നിന്ന് ഭക്തിയുടെ പാത കൈവരിക്കൽ. നന്ദലാൽ എന്നായിരുന്നു ശാന്ത് നിത്യാനന്ദന്റെ ബാല്യകാല നാമം. ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കുറച്ചുകാലം സന്ത് ഗരീബ് ദാസ്ജിയുടെ ചുദാനി ഗ്രാമം, ജജ്ജാർ ജില്ല സമകാലികനായിരുന്നു. 1717 1778 കാലഘട്ടത്തിലായിരുന്നു സന്ത് ഗരീബ് ദാസ്ജിയുടെ ആയുസ്. അക്കാലത്ത് ബ്രാഹ്മണർക്ക് പ്രത്യേക ബഹുമാനം നൽകിയിരുന്നു. അത് ഏറ്റവും ഉയർന്ന ജാതിയായി കണക്കാക്കപ്പെട്ടിരുന്നു. അതിന്റെ ഫലമായി അഹംഭാവം സ്വാഭാവികമായിരുന്നു. നന്ദലാലിന്റെ മാതാപിതാക്കൾ മരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് 7-8 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ നാർനൌളിലെ നവാബിന്റെ ഓഫീസിൽ ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവന്റെ അമ്മയുടെ മുത്തശ്ശിമാരാണ് അവനെ വളർത്തിയത്. വിദ്യാഭ്യാസത്തിന് ശേഷം മുത്തച്ഛൻ തന്റെ ചെറുമകൻ നന്ദലാലിനെ നാർനൌളിൽ തഹസിൽദാറായി നിയമിച്ചു. ഒരു വശത്ത് ബ്രാഹ്മണ ജാതി, മറുവശത്ത് തഹസിൽദാർ പദവി. അതുമൂലം അയാൾക്ക് അഹങ്കാരം സാധാരണമായിരുന്നു. അമ്മയുടെ മുത്തശ്ശിമാർ അദ്ദേഹത്തിനെ വിവാഹം കഴിപ്പിച്ചു പോലും. സബ് കളക്ടറുടെ മാളികയിൽ നിന്ന് കുറച്ചകലെ ഒരു വൈഷ്ണവ സന്യാസി ശ്രീ ഗുമണി ദാസ്ജി തന്റെ ഒരു ഭക്തന്റെ വീട്ടിൽ സത്സംഗം ചെയ്യുകയായിരുന്നു. അദ്ദേഹം ശ്രീ വിഷ്ണുജിയുടെ ഭക്തനായിരുന്നു. എല്ലാ സന്യാസിമാരും എപ്പോഴും തങ്ങളുടെ പ്രഭാഷണങ്ങളിൽ സത്സംഗങ്ങളിൽ കബീർജിയുടെ അമൃത ഭാഷണം ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യ ജീവിതം പ്രാപിക്കുന്നത്, എന്നാൽ സത്സംഗം കേൾക്കാത്തതിനാൽ ഒരു വ്യക്തി അവളുടെ വിലയേറിയ മനുഷ്യ ജീവിതത്തെ ലൗകിക കോലാഹലങ്ങളിൽ നശിപ്പിക്കുന്നുവെന്ന് സത്സംഗത്തിൽ വിശദീകരിച്ചു. അറിവില്ലായ്മ കാരണം ഒരു വ്യക്തിക്ക് സമ്പത്തിന്റെയും സ്ഥാനത്തിന്റെയും ജാതിയുടെയും അഭിമാനമുണ്ട്. ഭക്തി അനുഷ്ഠിക്കാത്ത ഒരാൾ അടുത്ത ജന്മത്തിൽ കഴുത, നായ, കാള മുതലായ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ശരീരത്തിൽ കഷ്ടപ്പെടുന്നു. അതിനാൽ അഹങ്കാരം ഉപേക്ഷിച്ച് ഒരു സമ്പൂർണ്ണ സന്യാസിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ഒരാളുടെ ക്ഷേമം നേടണം. അല്ലാത്ത പക്ഷം മലയേക്കാൾ ഭാരമേറിയ യാതനകൾ സഹിക്കേണ്ടി വരും. നാർനൌൾ നഗരത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയായിരുന്നു സ്വാമി ഗുമാനി ദാസ്ജിയുടെ ആശ്രമം. സത്സംഗത്തിന്റെ ശബ്ദം കേട്ട് സബ് കളക്ടർ ഒരു കസാരയെടുത്ത് വീടിന്റെ മേൽക്കൂരയിലിരുന്നു. അദ്ദേഹം സത്സംഗം മുഴുവൻ ശ്രദ്ധിച്ചു. ദീക്ഷ എടുക്കാനുള്ള തീവ്രമായ ആഗ്രഹം ഉയർന്നുവെങ്കിലും ജാതിയുടെയും സ്ഥാനത്തിന്റെയും അഹങ്കാരം അവനെ അസ്വസ്ഥനാക്കി. ബ്രാഹ്മണർക്ക് എത്ര ബഹുമാനമുണ്ട്, അപ്പോൾ ഞാൻ ഒരു തഹസിൽദാറാണ്. സാധാരണക്കാർ സത്സംഗത്തിന് പോകും, എനിക്ക് നാണക്കേട് തോന്നും. ആശ്രമത്തിൽ എങ്ങനെ പോകും? ഒടുവിൽ ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ അതിരാവിലെ ആശ്രമത്തിൽ പോകും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 116. മറ്റുള്ളവർ പോകുമ്പോഴേക്കും ഞാൻ ദീക്ഷ സ്വീകരിച്ച് മടങ്ങിയെത്തും. സത്സംഗം പൂർത്തിയാക്കിയ ശേഷം സന്ത് തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. രാവിലെ എഴുന്നേറ്റ് കുറച്ചുനേരം നടക്കാൻ ഗുരുജി പോകുമായിരുന്നു. ഒരു ദിവസം നന്ദലാൽജി കുതിരപ്പുറത്ത് കയറി രാവിലെ ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു. ഗുമാനി ദാസ്ജിയും ആ വഴിയിലൂടെ നടക്കാൻ പോവുകയായിരുന്നു. സന്ത് തലമുട്ടയടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ തുണിയുണ്ടായിരുന്നില്ല. ബ്രാഹ്മണനായ നന്ദലാൽ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ചിരുന്നു. മംഗളകരമായ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ തലമുട്ടയടിച്ച ഒരാൾ തന്റെ മുന്നിൽ വന്നാൽ നന്ദലാൽജി തന്റെ പരിപാടി റദ്ദാക്കുകയായിരുന്നു. ദീക്ഷ സ്വീകരിക്കാൻ ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരുന്നു അത്. തല മൊട്ടയടിച്ച ഒരു മനുഷ്യനെ അയാൾ മുന്നിൽ കണ്ടു. നന്ദലാൽജിക്ക് മുൻകോപം തോന്നുകയും ദേഷ്യം തോന്നുകയും ചെയ്തു. ഇന്ന് ദീക്ഷയുടെ അവസരം ഞാൻ ഉപേക്ഷിക്കില്ലെന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ അന്ധവിശ്വാസം നിഷ്ഫലമാക്കുകയും ചെയ്തു. അതിനാൽ ഈ ലക്ഷണം കെട്ടവന്റെ തലയിൽ മുഷ്ടി കൊണ്ട് തട്ടാൻ അദ്ദേഹം തന്നെ ഒരു പരിഹാരം കണ്ടെത്തി. ദുശ്ശകുനം താനേ അവസാനിക്കും. ഈ പ്രേരണയോടെ അയാൾ തന്റെ കുതിരയെ ആ വ്യക്തിയുടെ അരികിൽ നിർത്തി പറഞ്ഞു. സന്ത് ഗുമാനി ദാസിന്റെ അരികിൽ നിർത്തി പറഞ്ഞു, നിർഭാഗ്യവാനെ, ഇന്ന് മാത്രം നിനക്ക് തല മൊട്ടയടിച്ച് എന്റെ മുന്നിൽ വരേണ്ടി വന്നു. ഏറ്റവും പരമമായ ദൗത്യത്തിനായി ഞാൻ ഒരു ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു. എന്റെ ജീവിതത്തിന്റെ ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗുമാനി ദാസ്ജിയുടെ തലയിൽ കൈകൊണ്ട് മുട്ടി തന്റെ കുതിരയെ കൊണ്ട് ആശ്രമത്തിലേക്ക് പോയി. സന്യാസിമാർക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. അവർ കാര്യമായി ശ്രദ്ധിക്കാറില്ല. സന്ത് ഗുമാനി ദാസ്ജി കരുതിയിരുന്നത് ആ വ്യക്തി പരിഷ്കൃതനായി കാണപ്പെടുന്നുവെന്നും ഉയർന്ന ഉദ്യോഗസ്ഥനും നന്നായി ജനിച്ചവനുമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു കൗബോയെ പോലെയാണ് അദ്ദേഹം പെരുമാറിയത്. നന്ദലാൽ ആശ്രമത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം സന്തിന്റെ ശിഷ്യന്മാരെ കണ്ടുമുട്ടി. ആശംസകൾ കൈമാറി. തന്റെ സന്ദർശനത്തിന്റെ ഉദ്ദേശം അദ്ദേഹം പറഞ്ഞു.
അവൻ കുതിരയെ ഒരു മരത്തിൽ കെട്ടി വിശുദ്ധന്റെ ഇരിപ്പിടത്തിന് സമീപം വെച്ചിരുന്ന ചാക്കിലിരുന്നു. സന്യാസി ഗുമാനി ദാസ്ജി തന്റെ നടത്തവും കുളിയും കഴിഞ്ഞു വന്ന് തന്റെ ഇരിപ്പിടത്തിലിരുന്നപ്പോൾ കുതിരയെ കണ്ടു. അത് മനസ്സിലാക്കാൻ അയാൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല. നന്ദലാൽജി അവനെ കണ്ടപ്പോൾ നാണത്താൽ തലകുനിച്ചു. ദീക്ഷ സ്വീകരിക്കാൻ തഹസിൽദാർ എത്തിയതായി ആശ്രമത്തിലെ ഭക്തർ ഗുമാനിദാസിനോട് പറഞ്ഞിരുന്നു. നന്ദലാൽജി സന്തിന്റെ കാൽക്കൽ വീണു. തന്റെ മുട്ടുകൾ കൊണ്ട് അടിക്കുന്നതിന്റെ കാരണം പറഞ്ഞു. സന്ത് ഗുമാനിദാസ്ജി പറഞ്ഞു, ഹേ ഭക്ത, ഒരു കുശവന്റെ കയ്യിൽ നിന്ന് ഒരണ വിലയുള്ള ഒരു കുടം വാങ്ങാൻ പോകുമ്പോൾ അത് എവിടെ നിന്നെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ അത് ആവർത്തിച്ച് തട്ടുന്നു. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഇടപാട് ചെയ്യാനാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ ഗുരുജിയെ തട്ടി പരിശോധിച്ചു. അതിൽ പാപമില്ല. സന്തിന്റെ ശാന്ത സ്വഭാവം നന്ദലാൽജിയെ കൂടുതൽ ആകർഷിച്ചു. അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചു. സന്ത് ഗുമാനിദാസ്ജി തന്റെ പേര് നിത്യാനന്ദ് എന്നാക്കി മാറ്റി. നിത്യാനന്ദ്ജി സത്സംഗത്തിൽ നിന്ന് ഒരു ജീവിത രീതി കണ്ടെത്തിയപ്പോൾ അദ്ദേഹം ഇനി പറയുന്ന വാണി പറഞ്ഞു. ബ്രാഹ്മൺ കുൽ മേ ജൻ ഥാ, മേ കർത്താ ബഹുത് മരോഡ്. ഗുരു ഗുമാനി ദാസ് നെ ദിയാ കുബുദ്ധി ഗഡ് തോഡ്. അപ്പോൾ അദ്ദേഹം ഇത്രമാത്രം കീഴ്വഴക്കമുള്ളവനായിരുന്നുവെന്ന് ഈ വാണിയിൽ നിന്ന് വ്യക്തമാണ്. സിർ സോപ്പാ ഗുരുദേവ് കോ സഫൽ ഹുവാ യഹ ശീഷ്. നിത്യാനന്ദ് ഇസ് ശീഷ് പർ ആപ് ബസേ ജഗദീഷ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 117. അർത്ഥം: സത്സംഗത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതുവരെ അജ്ഞതയിൽ നിന്ന് ഒരു മനുഷ്യൻ അഹങ്കാരത്തിൽ ചീനഴുകുന്നു. അറിവ് നേടുമ്പോൾ ഇന്ന് ഞാൻ രാജാവാണ്, മരണശേഷം ഞാൻ കഴുതയോ നായയോ ആകുമെന്ന് ഒരാൾ മനസ്സിലാക്കുന്നു. പിന്നെ അഹങ്കാരത്തിന് എന്ത് സംഭവിക്കും? അതിനാൽ ഭക്തർ അറിവുകൊണ്ട് ആ തടസ്സം നീക്കി ഭക്തിയുടെ പാതയിലൂടെ സഞ്ചരിക്കുകയും വിജയം നേടുകയും ചെയ്യുന്നു. ശ്രീലങ്കയിലെ രാജാവായ രാവണൻ വളരെയധികം ഭക്തി ചെയ്തു. പക്ഷെ അഹങ്കാരം നഷ്ടപ്പെട്ടില്ല. അതിന്റെ ഫലമായി അവൻ നശിച്ചു. രാവണനും ബ്രാഹ്മണനായിരുന്നു. നിത്യാനന്ദ്ജിയും ബ്രാഹ്മണനായിരുന്നു. സത്സംഗം കേട്ട് ശുദ്ധനായി. രാവണന് സത്സംഗം കേൾക്കാൻ കഴിഞ്ഞില്ല. അതുമൂലം അവൻ തന്റെ ജീവിതം പാഴാക്കുകയും മായാത്ത കളങ്കം ഏറ്റുവാങ്ങുകയും ചെയ്തു. നിത്യാനന്ദ്ജി പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതിനാൽ ഞാൻ എന്റെ ജാതിയെക്കുറിച്ച് പൂർണ്ണമായും അഹങ്കാരിയായിരുന്നു. ഗുരുജി ഗുമാനിദാസ്ജിയുടെ സത്സംഗ വാക്കുകൾ കേട്ടപ്പോൾ അഹങ്കാരത്തിന്റെ അജ്ഞതയുടെ കോട്ട നശിച്ചു. എന്റെ ജീവിതം വിജയിച്ചു. വാണി നമ്പർ 2 എന്നതിന്റെ അർത്ഥം: സത്സംഗം ശ്രവിച്ച ശേഷം നിത്യാനന്ദ്ജി വളരെ വിനയാന്വിതനായി. അവൻ അഹങ്കാരം ഉപേക്ഷിച്ചു. ഞാൻ എന്റെ തല എന്റെ ഗുരുജിക്ക് ദാനം ചെയ്തു. അതായത് എന്റെ ഗുരുജി എന്നെ സൂക്ഷിക്കുന്നത് പോലെ ഞാൻ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ തല വിജയിച്ചിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഏതെങ്കിലും രോഗത്തിൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ഇപ്പോൾ ദൈവം എന്റെ തലയിൽ വസിക്കുന്നു. ദൈവം എന്നെ സംരക്ഷിക്കുന്നു. എനിക്ക് ടെൻഷനൊന്നുമില്ല. നിത്യാനന്ദ്ജിയുടെ സ്തുതി. और बात तेरे काम ना आवे संतोष शरणे लाग रे. क्या सोवे गफलत में बंदे जाग जाग नर जाग रे. तन सराय में जीव मुसाफिर करता रहे दिमाग रे. रात बसेरा कर ले डेरा चले सवेरा त्याग रे. और बात उम्दा चोला बना अनमोला लगे दाग पर दाग रे. 2 दिन का गुजरान जगत ने जले बिरानी आग रे. और बात कुबध कांचली चढ़ रही चित पर तू हुआ मनुष्य से नाग रे. सूझे नहीं सजन सुख सागर बिना प्रेम बैराग रे. और बात हर सुमरे सो हंस कहावे कामी क्रोधी काग रे. भवरा ना भरमे विष के बन में चल बेगमपुर बाग रे. और बात शब्द सैन सदगुरु की पहचानी पाया अटल सुहाग रे. नित्यानंद महबूब गुमानी प्रकटे पूर्ण भाग रे. और बात യഥാർത്ഥത്തിൽ മുകളിൽ എഴുതിയിരിക്കുന്ന വാണി കബീർജിയുടേതാണ്. എന്നിരുന്നാലും നമുക്ക് അറിവ് നേടേണ്ടതുണ്ട്. പരിഭാഷ: ഹേ മനുഷ്യ, സ്ത്രീ പുരുഷൻ നേടേണ്ടതുണ്ട്. ഭക്തിയെക്കുറിച്ചുള്ള ചർച്ചയല്ലാതെ ഒരു ചർച്ചയും നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. നിങ്ങൾക്ക് തത്വജ്ഞാനം, സത്യവും പൂർണ്ണവുമായ ആത്മീയ അറിവ് ഇല്ല. അതിനാൽ നിങ്ങൾ ആസക്തിയുടെയും അജ്ഞതയുടെയും നിദ്രയിൽ ഉറങ്ങുകയാണ്. അതായത് നിങ്ങൾ ദൈവത്തെ മറന്നു. ജാഗ് ജാഗ് എന്നാൽ ജാഗ്രത പാലിക്കുക. സന്യാസിമാരുടെ ആത്മീയ പ്രഭാഷണങ്ങൾ ശ്രവിച്ച് നിങ്ങളുടെ ക്ഷേമം നേടുക. ഈ മനുഷ്യ ശരീരത്തിൽ ഒരു ഹോട്ടലിൽ ഒരു മുറി വാടകയ്ക്കെടുത്ത് രാത്രി അവിടെ ചെലവഴിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ആത്മാവ്. രാവിലെ അത് ഉപേക്ഷിച്ച് അവൻ തന്റെ ജോലിക്ക് പോകുന്നു. അതുപോലെ മനുഷ്യ ശരീരം പോലെയുള്ള ഈ ഹോട്ടലിൽ ആത്മാവ് ഒരു സഞ്ചാരിയെ പോലെയാണ്. മരണസമയം എത്തുമ്പോൾ നേരം വെളുക്കും. അതായത് ശരീരം പോലെയുള്ള സത്രം, അതായത് ഹോട്ടൽ ഉപേക്ഷിക്കുന്ന സമയം. ഭക്തി ചെയ്യാതെ ശരീരം ഉപേക്ഷിച്ച് വെറും കൈയോടെ പോകൂ.
തുണി പോലെയുള്ള മനുഷ്യ ശരീരം അമൂല്യമാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൻ രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 118. തത്വജ്ഞാനമില്ലാത്തതിനാൽ ഭക്തി ചെയ്യുന്നതിന് പകരം ഒന്നിനു പുറകെ ഒന്നായി പാപങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ കളങ്കപ്പെടുത്തുകയാണ്. നീ ഈ ലോകത്ത് അധിക നാൾ ജീവിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ പരിപാലനത്തിനും സമ്പത്തിന്റെ ശേഖരണത്തിനും വേണ്ടി നിങ്ങൾ സമ്മർദ്ദം അനുഭവിക്കുന്നു. പാപങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സമ്പത്ത് സമ്പാദിക്കുന്നത്. മരണശേഷം കുടുംബവും സമ്പത്തും നിങ്ങൾക്ക് അന്യമാകും. അത് ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന പാപങ്ങൾ നിങ്ങളെ നരകത്തിൽ ദഹിപ്പിക്കും. പാപങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ബിരാനി, അതായത് അഗ്നിയിൽ ദഹിക്കരുത്. ആധ്യാത്മിക സത്സംഗം കേൾക്കാതെ പുണ്യങ്ങൾ, പാപങ്ങൾ, വിനയം എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാകില്ല. ഒരു മനുഷ്യൻ തന്ത്രശാലിയായി മാറുന്നു. മനുഷ്യത്വം മറന്ന് മനുഷ്യൻ പാമ്പിനെ പോലെ പ്രവർത്തിക്കുന്നു. ബലഹീനരെ തന്റെ ശക്തിയാൽ പീഡിപ്പിക്കുന്നു. അത് അവന്റെ നാശത്തിന് കാരണമാകുന്നു. ഹേ നീതിമാനായ മനുഷ്യ, സ്നേഹത്തോടെയും ആത്മാർത്ഥമായ സമർപ്പണത്തോടെയും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാതെ ഒരാൾക്ക് ലഭിക്കാത്ത അറിവാണിത്. ഭക്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഭക്തൻ എന്ന് വിളിക്കുന്നു. അതായത് അവൻ ഹംസത്തെ പോലെ അഹിംസാവാദിയാണെന്ന് പറയപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഭക്തൻ ഒരിക്കലും ആരെയും ഉപദ്രവിക്കുന്നില്ല. ഒരു ഹംസം തടാകത്തിൽ മത്സ്യമോ പ്രാണികളോ ഭക്ഷിക്കില്ല. ഇത് മുത്തുകൾ മാത്രം കഴിക്കുന്നു. ജീവനുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും മാംസം തിന്നുന്ന ഒരു കാക്ക സ്വാർത്ഥതയോടെ അത് അവർക്ക് ദോഷം ചെയ്യുന്നു. അതുപോലെ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാത്ത ഒരു വ്യക്തി തത്വജ്ഞാനത്തിന്റെ അഭാവം മൂലം മറ്റുള്ളവരുടെ സമ്പത്ത് സ്വാർത്ഥമായി അപഹരിക്കുന്നു. അവൻ മോഷ്ടിക്കുകയോ മറ്റു ദോഷങ്ങൾ വരുത്തുകയോ ചെയ്യുന്നു. അത് പാപമാണ്. ഹേ പ്രാണനെ പോലെയുള്ള തേനീച്ച കാമം, ക്രോധം, ആസക്തി, അത്യാഗ്രഹം തുടങ്ങിയ ദുർഗുണങ്ങളുടെ വനത്തിൽ അലഞ്ഞു തിരിയരുത്. ഈ കാലന്റെ ലോകം കഷ്ടപ്പാടുകളുടെ വാസസ്ഥലമാണ്. കഷ്ടപ്പാടുകളില്ലാത്ത ആ സത്ലോകത്തിലേക്ക് വരൂ. അതൊരു ആനന്ദകരമായ പൂന്തോട്ടമാണ്. നിധാനംജി പ്രസ്താവിച്ചു. ഞാൻ എന്റെ ഗുരുവിന്റെ ആത്മീയ പ്രഭാഷണം ശ്രദ്ധിക്കുകയും മുകളിൽ സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ സൂചന മനസ്സിലാക്കുകയും ചെയ്തു. എന്റെ ജീവിതം അനുഗ്രഹീതമായി. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഗുരു ഗുമാനി ദാസ്ജിയെ കണ്ടു. എന്റെ ഏതോ മുൻജന്മത്തിന്റെ ഭാഗ്യമായിരുന്നു അത്. ശ്ലോകം. തൻ മൻ शीश अपने पे पहलम चोट चढ़ावे जब कोई राम भक्त गति पावे हो जी टेक सतगुरु तिलक अजपा माला युक्त जटा रखावावे जत कोपीन सत का चोला भीतर भेख बनावे लोक लाज मर्याद जगत की तन जो तोड़ बगावे कामनी कनक जहर कर जाने शहर अगमपुर जावे जो पति भ्रता पति से राती आन पुरुष ना भावे बसे पीहर में प्रीत प्रीतम में न्यू कोई ध्यान लगावे निंदा स्तुति मान बढ़ाई मन से मार गिरावे अष्ट सिद्धि की अटक न माने आगे कदम बढ़ावे आशा नदी उल्ट कर डाटे आढ़ा बंध लगावे भवजल खार समुद्र में बहुर ना खोड़ मिलावे गगन महल गोविंद गुमानी पलक माही पहुंचावे नितानंद माटी का मंदिर नूर तेज हो जावे. പരിഭാഷ. ഒരാളുടെ ഭക്തി വിജയകരമാക്കുന്ന രീതി സൻ നിത്യാനന്ദ്ജി വിവരിച്ചിട്ടുണ്ട്. ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം പരമാത്മാവിന് പൂർണ്ണമായി കീഴടങ്ങണമെന്നും ശരീരവും മനസ്സും സമ്പത്തും പരമാത്മാവിന് സമർപ്പിക്കണമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. പഹലാം ചോട്ട് ചടാവേ, അതായത് ത്യാഗത്തിന്റെ വികാരം ആദ്യം മുതൽ വളർത്തിയെടുക്കണം. അപ്പോൾ ഒരു ഭക്തന് മോക്ഷം ലഭിക്കും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൻ രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകം, പേജ് നമ്പർ 119. വാണി നമ്പർ 1. ചില സാധകർ ബാഹ്യരൂപം നേടുന്നു. അവർ നെറ്റിയിൽ ഒരു അടയാളം ധരിക്കുന്നു. അവർ ജപമാല ഉപയോഗിച്ച് മന്ത്രം ചൊല്ലുന്നു. അവർ തലയിൽ ജടമുടി സൂക്ഷിക്കുന്നു. അടിവസ്ത്രത്തിന് പകരം അരക്കെട്ട് മാത്രമേ ധരിക്കൂ. അതായത് 4 ഇഞ്ച് വീതിയുള്ള തുണി മാത്രമേ ധരിക്കൂ. മുട്ടിന് താഴെയുള്ള നീളമുള്ള ഷർട്ട് ധരിക്കുന്നു. ഈ ബാഹ്യ പ്രകടനത്തിന് പകരം നിങ്ങളുടെ സദ്ഗുരുവിനെ ബഹുമാനിക്കുക. അവനെ നിന്റെ ഓർമ്മയിൽ വയ്ക്കുക. അതായത് ഒരു ഗുരുവിന്റെ ഭക്തനാകുക. എല്ലാ നിയമങ്ങളും ക്രമങ്ങളും പാലിച്ച് ഒരു ഭക്തൻ ഇങ്ങനെയായിരിക്കണം എന്നതിന് ആളുകൾക്കിടയിൽ ഒരു മാതൃകയാകുക. അങ്ങനെ ഗുരുവിന്റെ ഉപദേശത്തിന്റെയും ദീക്ഷയുടെയും ഫലം നെറ്റിയിൽ ഒരു അടയാളം അകലെ നിന്ന് ദൃശ്യമാകുന്നത് പോലെ ദൂരെ നിന്ന് കാണാം. ഇതാണ് ഒരു ഭക്തന്റെ സത്വം, ഒരു ഭക്തന്റെ ഐഡന്റിറ്റി. ബാഹ്യമായ ആർഭാടങ്ങളിൽ നിന്നല്ല, മറിച്ച് അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് മംഗളകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ദുർവൃത്തികൾ ഒഴിവാക്കുകയും വേണം. ഇൻകമിംഗ് ഔട്ട് ഗോയിങ് ശ്വാസത്തിന്റെ ജപമാല ഉപയോഗിച്ച് അവൻ
മന്ത്രം ആന്തരികമായി ജപിക്കണം, അജപ ജാപ് ചെയ്യണം. തലയിൽ ജടമുടിക്ക് പകരം സദ്ഗുരു പറഞ്ഞ ഭക്തിരീതി ദൃഢമായി സ്വീകരിക്കണം. സ്വകാര്യ ഭാഗങ്ങളിൽ അരക്കെട്ട് ധരിച്ചുകൊണ്ട് മാത്രം ഒരാൾക്ക് ആത്മസംയമനം പാലിക്കാനാവില്ല. ചാരിത്ര ശുദ്ധി സ്വീകരിച്ചാണ് ആത്മനിയന്ത്രണം നടത്തുന്നത്. അത് ഒരാൾ സ്വീകരിക്കണം. ഒരു യുവതിയെ കാണുമ്പോൾ തെറ്റായ ചിന്തകൾ ഒരാളുടെ മനസ്സിൽ കയറാൻ അനുവദിക്കരുത്. ഒരാൾ സത്യം പറയണം. ഇതാണ് ഒരു ഭക്തന്റെ യഥാർത്ഥ വസ്ത്രം. അതായത് ഒരു ഭക്തനെ അംഗീകരിക്കുന്ന വസ്ത്രമാണിത്. ഒരാൾ യഥാർത്ഥ ഭക്തി ചെയ്യുകയാണോ അതോ തെറ്റായ ആരാധനാ രീതിയിൽ ഒരാളുടെ ജീവിതം നശിപ്പിക്കുകയാണോ എന്ന് ഒരാളുടെ യഥാർത്ഥ അറിവിൽ നിന്ന് വ്യക്തമാകും. ലോക ജനതയോടുള്ള ലജ്ജയും ആദരവും കാരണം ഭക്തിയിൽ ഒരു തടസ്സവും ഉണ്ടാകാൻ അനുവദിക്കരുത്. ഞാൻ സത്സംഗത്തിന് പോകുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു, ആചാരപരമായ ആരാധനാ രീതികൾ ഉപേക്ഷിച്ചുവെന്ന് ജനം പറയുമെന്ന പൊതുജനാഭിപ്രായത്തോടുള്ള ബഹുമാനം, അതിനെ ഒരു വൈക്കോൽ പോലെ തീർത്തുമാറ്റുക. പൊതുജനാഭിപ്രായത്തിനായി എറിയുക, തടസ്സം മാറ്റുക. ഭഗനക്ക, അതായത് സ്വർണവും കാമിനിയും, അതായത് സുന്ദരിയായ ഒരു യുവതിയെ കണ്ട് നിങ്ങളുടെ സ്വഭാവം അപകീർത്തിപ്പെടുത്താൻ അനുവദിക്കരുത്. ഇത് വിഷത്തിന് തുല്യമാണെന്ന് കരുതുക. അപ്പോൾ ഒരു ഭക്തന് നിത്യവാസസ്ഥലത്തേക്ക് പോകാൻ കഴിയും. 2. ഒരു ഭക്തൻ വിശ്വസ്തയായ ഒരു ഭാര്യയെ പോലെ ഒരാളുടെ ആദരണീയമായ ദൈവത്തിന് സമർപ്പിതനായി നിലകൊള്ളണം. വിശ്വസ്തയായ ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനെ കൂടാതെ മറ്റേതൊരു പുരുഷനും തന്റെ ഭർത്താവായി ആഗ്രഹിക്കുന്നില്ല. അവൻ എത്ര സുന്ദരനോ ധനികനോ ആയിരുന്നാലും. ഒരുവൻ ഒരിക്കലും തന്റെ ദൈവത്തിന്റെ ഭക്തി മറക്കരുത്. ആർഭാടങ്ങളൊന്നും ചെയ്യാതെ ഒരാൾ പൂർണ്ണ ഹൃദയത്തോടെ ആന്തരികമായി ശ്വാസോച്ഛ്വാസങ്ങളിലൂടെ ഈശ്വരന്റെ മന്ത്രം, നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ ഭക്തൻ എന്നത് പുരുഷനെയോ സ്ത്രീയെയോ സൂചിപ്പിക്കുന്നു. നിർമ്മലയായ ഭാര്യ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ തന്റെ ഭർത്താവിനെ സ്മരിക്കുന്നുവെന്ന് ആരെയും അറിയിക്കുന്നില്ല. ഈ രീതിയിൽ ഒരു ഭക്തൻ അവളുടെ ചിന്തകൾ ദൈവത്തിൽ മുഴുകണം. 3. ഒരു ഭക്തൻ സമ്പൂർണ്ണ സദ്ഗുരുവിൽ നിന്ന് യഥാർത്ഥ ഭക്തി നേടിയ ശേഷം ആരെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചാൽ അത് കാര്യമാക്കേണ്ടതില്ല. ആരെങ്കിലും അവനെ പുകഴ്ത്തിയാൽ അത് അവനെ സ്വാധീനിക്കരുത്. ഒരു ഭക്തൻ പവിത്ര ഗ്രന്ഥങ്ങളുടെ കൽപ്പനകൾക്കനുസൃതമായി യഥാർത്ഥ ആരാധനാ രീതി അനുഷ്ഠിക്കുകയാണെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് സഹായകമല്ലാത്ത ചില ആത്മീയ ശക്തികൾ അവൻ പ്രാപിക്കുന്നു. അതായത് ചില സിദ്ധികൾ അവൻ പ്രാപിക്കുന്നു. ഇവ 8 എണ്ണമാണ്. അവരെ കൊണ്ട് ഒരു ഭക്തൻ ഒന്നുകിൽ മറ്റൊരാൾക്ക് ഉപദ്രവമോ ഉപകാരമോ ഉണ്ടാക്കി അവന്റെ ഭക്തിയെയും നശിപ്പിക്കുന്നു. അത്ഭുതങ്ങൾ കാണിക്കുന്നതിലൂടെ അവൻ തീർച്ചയായും പ്രശസ്തനാകുന്നു. എന്നാൽ അവന്റെ ഭാവി നരകമാകുന്നു. അവൻ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവിതത്തിലേക്ക് പോകുന്നു. അതിനാൽ മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന ഭക്തർ അഷ്ടസിദ്ധികളുടെ ഈ ഗുണമില്ലാത്ത മഹത്വത്തിൽ അകപ്പെടരുത്. ഇവയെ ത്യജിച്ച് മോക്ഷപ്രാപ്തിക്കായി ഇവയ്ക്കപ്പുറം ലക്ഷ്യമിടണം. ഒരാൾ മുന്നോട്ടു പോകണം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 120. സമ്പത്ത്, മഹത്വം, രാജ്യം, സ്വത്ത് തുടങ്ങി ഈ ലോകത്തിലെ നിരവധി ആഗ്രഹങ്ങളുടെ പ്രവാഹം പരിശോധിക്കണം. ആ ബന്ദ് ലഗായെ മജ്ബൂത്ത് എന്നാൽ ദൃഢമായ നിശ്ചയദാർഢ്യത്തിന്റെ ശക്തമായ വേലി കെട്ടിപ്പടുക്കണം എന്നാണ്. ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിന്റെ മഹാസമുദ്രത്തിൽ പുനർജന്മമെടുക്കരുത്. 5. ആരുടെ ആരാധന ഒരു ഗുരു പറയുന്നു. ആ ദേവന്റെ ആകാശത്തിലെ വാസസ്ഥലത്തേക്ക് തന്റെ അനുയായികളെ കൊണ്ടുപോകുന്നതിൽ ഗുരു പൂർണ്ണമായി സഹകരിക്കുന്നു. നിത്യാനന്ദ്ജിയുടെ ഗുരു ശ്രീ ഘുമാനി ദാസ് ജി വിഷ്ണുജിയുടെ ഭക്തനായിരുന്നു. നിത്യാനന്ദ് ജി ആ ഈശ്വരനെ പ്രാപിച്ചതിന്റെ മഹത്വം പാടി. ഒരാളുടെ ഭക്തിയുടെ ശക്തി സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിലൂടെ ഭൗതിക ശരീരത്തിനുള്ളിലെ സൂക്ഷ്മം പങ്കിടുന്ന അഭൗതിക ശരീരം ശക്തിയാൽ പ്രകാശിക്കുന്നു. ഭക്തി ചെയ്യാതെ ഈ ശരീരം പൊടിക്ക് തുല്യമാകുന്നു. കളിക്കാർ ജില്ലാ തലത്തിൽ കളിക്കുമ്പോൾ കളിയുടെ നിയമങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേതിന് തുല്യമാണെന്ന് ഈ വാണിയിൽ നിന്ന് വ്യക്തമാണ്. നിത്യാനന്ദ് ജി സംസ്ഥാന തലത്തിൽ കളിച്ചിരുന്നു. അതിൽ അദ്ദേഹം വിജയിച്ചു. കബീർ ദൈവത്തെ നമ്മുടെ ദൈവമായി കണക്കാക്കി നാം ഭക്തി ചെയ്യുന്നു. നിയമങ്ങൾ ഒന്നു തന്നെയാണ്. നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കളിക്കാരാണ്. 6. സന്ത് നിത്യാനന്ദ് ജി തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ജട്ടേല കുളത്തിൽ ഭക്തി ചെയ്തുകൊണ്ടാണ് ചിലവഴിച്ചത്. ഭിവാനി ജില്ലയിലെ തഹസിൽ ദാദ്രയിലെ വിവിധ ഗ്രാമങ്ങളുടെ അതിർത്തിയിലാണ് ചത്തേല കുളം നിർമ്മിച്ചിരിക്കുന്നത്. മജ്ര, ബിഘോവ, ബാസ് തുടങ്ങിയ ഗ്രാമങ്ങളുടെ അതിർത്തിയിൽ സന്ത് നിത്യാനന്ദ് ജി ശ്രീ വിഷ്ണു, ശ്രീ കൃഷ്ണജിയുടെ ഭക്തി ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരു ശ്രീ ഘുമാനി ദാസ് ജി ഡൽഹിയിലെ സന്ത് ശ്രീ ചരൺ ദാസ് വൈഷ്ണവിന്റെ ശിഷ്യനായിരുന്നു. പേജ് 235 ഈ പുസ്തകത്തിൽ തന്നെ വായനക്കാർക്ക് സൃഷ്ടിരചനയിൽ വായിക്കാം. ഏത് തരത്തിലുള്ള മോക്ഷമാണ് സന്ത് നിത്യാനന്ദ് ജി നേടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം കബീർജി സന്ത് ഗരീബ് ദാസ് ജിയെ കണ്ടിരുന്നു. ഏതെങ്കിലും തലത്തിലുള്ള ഭക്തി ചെയ്യുന്ന ഒരു സന്യാസിയോ ഭക്തനോ മാന്യനാണെന്ന് അദ്ദേഹം സന്ത് ഗരീബ് ദാസ് ജിയോട് പറഞ്ഞു.
എന്നാൽ 2 വാക്കുകളുടെ യഥാർത്ഥ നാമം. മന്ത്രം നൽകുന്ന ഒരു പരമ സദ്ഗുരുവിനെ, പൂർണ്ണ ഗുരുവിനെ കണ്ടെത്തുന്നതുവരെ ആ ഗുരുവിനോ ആ ശിഷ്യനോ മോക്ഷം നേടാനാവില്ല. गरीब साध साध सब नेक है आप आपनी थोर जो निज धाम पहुंचावही सो साधु कोई और. गरीब साध हमारे सगे है ना काहू को दोष जो सारनाम बतावही सो साधु सिरपोष. പരിഭാഷ: ദൈവത്തിന്റെ യഥാർത്ഥ പാത കാണിക്കുന്ന ആ സന്യാസിമാർ പുണ്യമുള്ള ആത്മാക്കളാണെന്ന് സന്ത് ഗരീബ് ദാസ് ജി പ്രസ്താവിച്ചിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം തെറ്റല്ല. ഒരാൾക്ക് ഏത് തലം വരെ അറിവുണ്ടോ അവൻ ആ തലം വരെ ശരിയാണ്. വേദങ്ങൾ അനുസരിച്ച് ആരെങ്കിലും വിഷ്ണുവിനെയോ ശിവനെയോ ബ്രഹ്മാവിനെയോ ആരാധിക്കുന്ന രീതി പ്രസംഗിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ആ തലം വരെ ശരിയാണ്. എന്നാൽ ആ ആരാധനയിലൂടെ ഒരാൾക്ക് നിജ് ധാമിലേക്ക്, അതായത് നിത്യപരമായ വാസസ്ഥലത്തേക്ക്, സത് ലോകത്തേക്ക് പോകാൻ കഴിയില്ല. സത് ലോകത്തിലേക്ക് പോകാനുള്ള വഴി കാണിക്കുന്ന സന്യാസിമാർ മേൽപ്പറഞ്ഞ സന്യാസിമാരിൽ നിന്ന് വ്യത്യസ്തരാണ്. പരമാത്മാവിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന എല്ലാ സന്യാസിമാരും നമ്മുടെ ജ്ഞാനി ബന്ധുക്കളാണ്. അവർ നമ്മുടെ പ്രത്യേക കൂട്ടാളികളാണ്. സമ്പൂർണ്ണ മോക്ഷദാതാവായ സാർനാം മന്ത്രത്തെക്കുറിച്ച് അവർ അജ്ഞരായതിനാൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ സന്യാസിമാരുടെ ശിഷ്യനാകുന്നതുകൊണ്ട് ഒരു ആത്മാവിന് പൂർണ്ണമായ മോക്ഷം ലഭിക്കുന്നില്ല. ജനനവും മരണവും തുടരുന്നു. സാർനാമം പകർന്നു നൽകുന്ന സന്തുകളാണ് നമ്മുടെ തലയിലെ കിരീടം. അവർ നമ്മുടെ തലയിൽ സൂക്ഷിക്കപ്പെടാൻ യോഗ്യരാണ്. അതായത് അവർ പ്രത്യേക ആരാധനയ്ക്ക് അർഹരാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 121. ശ്രീ വിഷ്ണുജി തന്നെ ജനന മരണത്തിൽ തുടരുന്നു. അതിനാൽ ഒരു ഉപാസകന് ഗീത അധ്യായം 15 ശ്ലോകം 4 പറഞ്ഞിരിക്കുന്ന മോക്ഷം നേടാനാവില്ല. തത്വദർശി സന്യാസിയിൽ നിന്ന് തത്വജ്ഞാനം നേടിയ ശേഷം പരമോന്നതമായ ആ പരമമായ അവസ്ഥയെ അന്വേഷിക്കണം. അവിടെ നിന്ന് ഒരു ആരാധകൻ ഒരിക്കലും ഈ ലോകത്തിലേക്ക് മടങ്ങി വരില്ല. ലോകസമാനമായ വൃക്ഷത്തെ സൃഷ്ടിച്ച ആ പരമദൈവത്തെ മാത്രം ആരാധിക്കുക. ആരിൽ നിന്നാണ് ഈ ലോകം വികസിച്ചത്? ഹിന്ദു സമൂഹത്തിലെ ഗുരുക്കൾ, മതനേതാക്കൾ പറയുന്നത് ശ്രീകൃഷ്ണൻ ഗീതാജ്ഞാനം അർജുനന് പറഞ്ഞുകൊടുത്തു എന്നാണ്. ശ്രീകൃഷ്ണജിയെ ശ്രീ വിഷ്ണുജിയുടെ അവതാരമായി കണക്കാക്കുന്നു. അതായത് അദ്ദേഹം തന്നെ ശ്രീ വിഷ്ണുജിയായി കണക്കാക്കപ്പെടുന്നു. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4-5 ശ്ലോകത്തിൽ ഗീതാവാക്താവ് ഇപ്രകാരം പ്രസ്താവിച്ചു: ഓ അർജുന, നിനക്കും എനിക്കും നിരവധി ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിനക്കറിയില്ല, എനിക്കറിയാം. ഇത് ശ്രീ വിഷ്ണുജി മർത്യനാണെന്ന് തെളിയിക്കുന്നു. അവൻ ജന്മമെടുക്കുന്നു, മരിക്കുന്നു. ശ്രീദേവി പുരാണം 3-ാം സ്കന്ധത്തിന്റെ 5-ാം അധ്യായത്തിൽ വിഷ്ണുജി തന്നെ പറയുന്നു: ഞാൻ വിഷ്ണു, ബ്രഹ്മാവ്, ശങ്കർ എന്നിവർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ജനനവും ആവിർഭാവവും മരണവും തിരോഭാവവും ഉണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാണ് ശ്രീ വിഷ്ണുജി അനശ്വരനല്ല. ഗീതാധ്യായം 2 ശ്ലോകം 17, ഗീതാധ്യായം 15 ശ്ലോകം 17. ഗീതയെക്കുറിച്ചുള്ള അറിവിന്റെ പ്രഭാഷകനല്ലാതെ മറ്റാരോ ആണ് അനശ്വരനായ ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഗീതാധ്യായം 18 ശ്ലോകം 62 ഗീതാവാക്താവ് പ്രസ്താവിച്ചു: ഹേ ഭാരത, എല്ലാ കാര്യങ്ങളിലും ആ പരമാത്മാവിന്റെ അഭയത്തിൽ പോകുക. ആ പരമാത്മാവിന്റെ കൃപയാൽ മാത്രമേ നിങ്ങൾക്ക് പരമമായ ശാന്തിയും ശാശ്വതമായ പരമമായ വാസസ്ഥലവും ലഭിക്കുകയുള്ളൂ. ശ്രീ നിത്യാനന്ദ് ജി ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സമ്പൂർണ്ണ മോക്ഷം നേടിയിട്ടില്ലെന്ന് ഈ മേൽ പറഞ്ഞ തെളിവുകളിൽ നിന്ന് എളുപ്പത്തിൽ നിഗമനം ചെയ്യാം. കബീർജി പറഞ്ഞു: जो जाकी शरणा बसे ताको ताकी लाज जल सोंगी मछली चढ़ी बह जाते गजराज. അർത്ഥം: ഒരു ഭക്തൻ ഏത് ദൈവതയെ ആരാധിക്കുന്നുവോ ആ ദൈവത തീർച്ചയായും അവളുടെ ഭക്തന് ആശ്വാസം നൽകുന്നു. അതൊരു സാധാരണ മനുഷ്യന് ഒരു അത്ഭുതം പോലെയാണ്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു കോൺസ്റ്റബിളിനെ സേവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കോൺസ്റ്റബിളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, ആ കോൺസ്റ്റബിൾ അവന്റെ സുഹൃത്ത് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുമ്പോൾ അവന്റെ സുഹൃത്തിനെ കസാരയിലിരുത്തുന്നു. ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ലാത്ത പലഹാരങ്ങൾ അവന് നൽകുന്നു. ഇതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതത്തിൽ കുറവല്ല. ആർക്കെങ്കിലും പോലീസ് സൂപ്രണ്ടുമായി SP-യുമായി പരിചയമുണ്ടെങ്കിൽ അവൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും. അതുപോലെ നമ്മൾ മുന്നോട്ട് പോയാൽ ആരെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമായി പരിചയമുണ്ടെങ്കിൽ അവൾക്ക് എന്ത് നേട്ടം കൈവരിച്ചാലും താഴെ തട്ടിലുള്ളവർക്ക് ഒരു അത്ഭുതമായിരിക്കും. അതുപോലെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി ഒരാൾ പരിചയപ്പെടുകയാണെങ്കിൽ നേട്ടങ്ങൾക്ക് അതിരുകളില്ല. ആരെങ്കിലും ദേവതകളെ ആരാധിക്കുകയാണെങ്കിൽ അവൾക്കും ചില നേട്ടങ്ങൾ ലഭിക്കുന്നു. എന്നാൽ സമ്പൂർണ്ണ പരമേശ്വരന്റെ ആരാധനയാൽ ഒരാൾക്ക് എല്ലാ നേട്ടങ്ങളും ലഭിക്കുന്നു.
ആരെങ്കിലും പ്രധാനമന്ത്രിയുടെ കീഴിലാണെങ്കിൽ രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മറ്റ് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും അവന്റെ അല്ലെങ്കിൽ അവളുടെ കൂട്ടാളികളാകും. എല്ലാവരും അവളെ സഹായിക്കുന്നു. എതിർപ്പിന് ഇടമില്ല. അതുപോലെ ലോകത്തിലെ എല്ലാ ദേവീദേവന്മാരും സമ്പൂർണ്ണ ഈശ്വരനെ ഭക്തി ചെയ്യുന്ന ഒരു ഭക്തന്റെ സഹകാരികളായി മാറുന്നു. സാധ്യമായ എല്ലാ വഴികളിലും അവർ അവളെ സഹായിക്കുന്നു. അവ ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല. ഏതെങ്കിലും പ്രേതഭൂതമോ ചൈതന്യമോ ഭൈരവനോ ഭേദാളമോ ഒരു സമ്പൂർണ്ണ ദൈവഭക്തന് എന്തെങ്കിലും ദോഷം വരുത്താൻ വിചാരിച്ചാൽ ദേവീദേവന്മാരും അവരെ ആട്ടിയോടിക്കുകയും അവരെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. അവൾ ആരുടെ അഭയകേന്ദ്രത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ആ ദുഷ്ടശക്തികൾ ഭയന്ന് വിറയ്ക്കുന്നു. ഒരു ദോഷവും വരുത്താൻ ധൈര്യപ്പെടുന്നില്ല. അബദ്ധത്തിൽ ഒരു പ്രേതമോ ആത്മാവോ സമ്പൂർണ്ണ ദൈവഭക്തന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ സമ്പൂർണ്ണ പരമോന്നത ദൈവത്തിന്റെ പരിചാരകർ ആ പ്രേതത്തെ ആത്മാവിനെ പിടികൂടി അടിക്കുന്നു. അവരെ വർഷങ്ങളോളം കമ്പികൾക്ക് പിന്നിലിടും. ദൈവം കബീർജി പറഞ്ഞു, ഏകേ സാധേ സബ് സധേ, സബ് സാധേ സബ് ജായ്, മാലി സീജെ മൂൽ കോ ഫൂലഫ്ലെ അധ്യായ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 122. പരിഭാഷ: ഒരു മാവല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെടിയുടെ വേരുകൾ കുഴിയെടുത്ത് നിലത്ത് നടന്നു. വേരുകൾക്ക് ജലസേചനം ചെയ്യുന്നു. ജലസേചനം ചെയ്യുന്നതിലൂടെ, അതായത് സാധേ വേരിനെ ആരാധിക്കുന്നതിലൂടെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും തഴച്ചു വളരുന്നു. ചെടി ശരിയായി വളരുന്നു. വൃക്ഷമായി മാറുന്ന ചെടി തണലും മരവും ഫലവും നൽകുന്നു. ശാഖകൾ നനച്ചാൽ, ആ ചെടിയുടെ ശിഖരങ്ങൾ നിലത്ത് ഒരു കുഴിയിൽ നട്ടുപിടിപ്പിച്ച് നനച്ചാൽ വേര് നനച്ചില്ല, അപ്പോൾ എല്ലാം നശിച്ചു പോകും. ഒരു തോട്ടക്കാരൻ, അതായത് തോട്ടത്തിൽ വിദഗ്ധനായ ഒരാൾ വേരിൽ നിന്ന് ഒരു ചെടി നിലത്ത് നടന്നു. അവൻ വേര് നനയ്ക്കുകയും പ്രയോജനം നേടുകയും ചെയ്യുന്നു. അതുപോലെ ഒരു തത്വദർശിയായ സന്യാസി സ്വയം ലോകസമാനമായ വൃക്ഷത്തിന്റെ വേരായ പരം അക്ഷരബ്രഹ്മത്തെ ദൈവമായി കണക്കാക്കി മറ്റുള്ളവരെ ആരാധിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഏകദൈവത്തെ ആരാധിക്കുന്നതിലൂടെ അവൻ എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്നു. എല്ലാ ദേവന്മാരും ആ സത്പുരുഷന്റെ ആജ്ഞകൾ അനുസരിക്കുന്നു. അവർ ഒരു ഭക്തന്റെ ചുമതലകൾ നിറവേറ്റുന്നു. എല്ലാ ദേവന്മാരെയും ആരാധിച്ചാൽ സത്പുരുഷന് ദേഷ്യം വരും. അവന്റെ ആജ്ഞയില്ലാതെ ദേവന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് വേദഗ്രന്ഥങ്ങളുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായതിനാൽ ഭക്തന്റെ ആരാധനാരീതി ഒരു പ്രയോജനവും നൽകുന്നില്ല. അതിനാൽ സമ്പൂർണ്ണ ദൈവത്തെ ആരാധിക്കുക. നിലവിൽ ഞാനല്ലാതെ, രാംപാൽദാസ് അല്ലാതെ ലോകത്ത് മറ്റാർക്കും ശരിയായ അറിവില്ല. ദയവായി വരും. ദീക്ഷ സ്വീകരിച്ച് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ക്ഷേമം പൂർത്തിയാക്കുക. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ നമ്പർ 37. ആഖ്യാതാവ് പണ്ഡിറ്റ് മണിറാമിന്റെ പ്രവൃത്തി, പേജ് നമ്പർ 122. മണിറാം എന്നു പേരുള്ള ഒരു പ്രശസ്ത കഥാകാരൻ പണ്ഡിറ്റുണ്ടായിരുന്നു. ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം രാമായണ പാരായണം സംഘടിപ്പിച്ചു. രാമായണത്തിന്റെ കഥ സാധാരണയായി പരമാവധി 11 ദിവസങ്ങൾ കൊണ്ടാണ് അവസാനിക്കുന്നത്. 30 ദിവസം കൊണ്ടാണ് മണിറാം പണ്ഡിറ്റ് അത് പൂർത്തിയാക്കിയത്. ഇത് എത്ര ദിവസം തുടരുന്നുവോ അത്രയും കൂടുതൽ സംഭാവനകൾ ഓരോ ദിവസവും നൽകപ്പെടുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. 30 ദിവസത്തെ കഥ പറച്ചിലിൽ മണിറാം പണ്ഡിറ്റിന് ലഭിച്ചത് 30 രൂപ മാത്രം. മണിറാമിന് കഥ പൂർത്തിയാക്കേണ്ട ദിവസം ഗ്രാമത്തിലെ ചിലർ അതേ ദിവസം തന്നെ ഡൽഹിയിൽ നിന്നുള്ള ഒരു നർത്തകി ചെമ്പക്കാളിയുടെ നൃത്ത പരിപാടി നടത്തി. നൃത്തം കാണാനും പാട്ടുകൾ കേൾക്കാനും ഗ്രാമം മുഴുവൻ ഒത്തുകൂടി. 2 മണിക്കൂറിനുള്ളിൽ ചെമ്പക്കാളിക്ക് 500 രൂപ കിട്ടി. 30 ദിവസം കൊണ്ട് മണിറാമിന് കിട്ടിയത് 30 രൂപ മാത്രം. പണ്ഡിറ്റ് ജിയുടെ ദുഃഖം അതിരുകളില്ലാത്തതായിരുന്നു. പോകുന്ന വഴി ചുധാനി ഗ്രാമമായിരുന്നു. ഒരു പരമോന്നത സന്യാസി ഗരീബ് ദാസ് ജി ഇവിടെ വസിക്കുന്നുണ്ടെന്ന് മണിറാമിന് അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണും, എന്നിട്ട് മുന്നോട്ട് പോകും. ആ ഗ്രാമത്തിലെയും സമീപ ഗ്രാമങ്ങളിലെയും 10-12 ഭക്തർ സന്ത് ഗരീബ് ദാസ് ജിയോടൊപ്പം ഇരുന്നു. ആ നിമിഷം തന്നെ പണ്ഡിറ്റ് മണിറാംജി അവിടെ എത്തി. റാം റാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്ത് ഗരീബ് ദാസ് ജിയെ അഭിവാദ്യം ചെയ്തു. സന്ത് ഗരീബ് ദാസ് ജിയും റാം റാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ശരിയായ ഇരിപ്പിടം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മണിറാം പറഞ്ഞു, ഹേ മഹാരാജ്, കലിയുഗത്തിന്റെ അവസാനം വന്നിരിക്കുന്നു. മതം നശിച്ചു. ആളുകൾക്ക് മതത്തോടുള്ള ഭക്തി നഷ്ടപ്പെട്ടു. ഭൂമിയും ആകാശവും പൊട്ടിത്തെറിച്ചാലും അതിൽ അതിശയിക്കാനില്ല. അവിടെ ഉണ്ടായിരുന്ന ഭക്തർ ചോദിച്ചു, ഓ പണ്ഡിറ്റ് ജി, എന്താണ് കാര്യം? മണിറാംജി പറഞ്ഞു, ഞാൻ എന്തു പറയും, സന്ത് ഗരീബ് ദാസ് ജിക്ക് എല്ലാം അറിയാം. ഭക്തർ ചോദിച്ചു, അല്ലയോ മഹാരാജ്, പണ്ഡിറ്റ് ജിക്ക് ഇത്രയധികം പ്രഹരമുണ്ടാക്കിയ കാര്യം എന്താണ്? സന്ത് ഗരീബ് ദാസ് ജി പറഞ്ഞു, ഗരീബ്, ഫൂട്ടി ആഖ് വിവേക് കി, അന്ധ ഹെ ജഗദീഷ്.
चंपाकली को 500, मनीराम को 30। മണിരാമന്റെ രാമായണ പാരായണം പൂർത്തിയാക്കിയ ദിവസം മനഃപൂർവ്വം ചെമ്പക്കലയുടെ നൃത്തപരിപാടി നടത്തിയ ജഗദീഷ് എന്ന വ്യക്തി അജ്ഞതയാൽ അന്ധനാണ്. ഗ്രാമവാസികൾക്ക് പോലും വിവേചനാധികാരത്തിന്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു. അതായത് മതപരമായ ഒരു കഥയുടെ പാരായണം നടക്കുന്നുണ്ടെന്ന് അവർ പോലും ചിന്തിച്ചില്ല. ഇത്തരത്തിൽ നീചമായ രീതിയിൽ അതിനെ എതിർക്കാൻ പാടില്ലായിരുന്നു. ഹേ ഭക്തരെ, അധിക സംഭാവനയിൽ ആകൃഷ്ടനായ മണിറാം 11 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടത് 30 ദിവസം കൊണ്ട് കഥ നീട്ടി. ഗ്രാമത്തിലെ ചില വികൃതികളായ ആളുകൾക്കും മണിറാംജിയുടെ ഈ ഉദ്ദേശം പരിചിതമായിരുന്നു. പണ്ഡിറ്റ്ജിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു നർത്തകിയെ വിളിച്ച് അവർ ഒരു മഹാപാപം ചെയ്തു. സന്ത് ഗരീബ് ദാസ്ജിയുടെ വായിൽ നിന്ന് ഈ സത്യം കേട്ടപ്പോൾ മണിറാംജി അത്യധികം ആശ്ചര്യപ്പെട്ടു. അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഇന്ന് രാവിലെ 11:30 പാരായണം പൂർത്തിയാക്കിയ ശേഷം ഞാൻ നേരിട്ട് ഇവിടെ എത്തി. സന്ത് ഗരീബ് ദാസ്ജി അതെങ്ങനെ അറിഞ്ഞു? അദ്ദേഹം ദൈവമാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയാം. മണിറാം തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സന്ത് ഗരീബ് ദാസ്ജിയുടെ കാൽക്കൽ വീണു പറഞ്ഞു, ഭഗവാനെ, ഞാനും അത്യാഗ്രഹം കൊണ്ട് കഥയുടെ പാരായണം ദീർഘിപ്പിച്ചു എന്ന സത്യം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ സർവജ്ഞനാണ്. ഭഗവാനെ, ദയവായി ക്ഷമിക്കുക. മതപരമായ ശ്രേഷ്ഠ കർമ്മങ്ങളുടെയും ജീവിതത്തിന്റെയും യഥാർത്ഥ പാത എനിക്ക് ലഭിക്കണം. തുടർന്ന് സന്ത് ഗരീബ് ദാസ്ജി സത്സംഗം പ്രഭാഷണം നടത്തി. ആ പുണ്യാത്മാവ് മണിറാംജിയോട് പറഞ്ഞു, ഓ മണിറാംജി, പാട്ട് നടത്തി നിങ്ങൾ ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നു. ഇത് നിങ്ങൾക്ക് ഒരു കടമയായി മാറുന്നു. പലിശ സഹിതം തിരികെ നൽകേണ്ടി വരും. നിങ്ങൾക്ക് യഥാർത്ഥ ആത്മീയ അറിവില്ല. കഥ, പാട്ട്, പവിത്ര ഗ്രന്ഥം, കഥ പാരായണം, സത്സംഗം എന്നിവ ചെയ്യാനുള്ള അധികാരം പോലും നിങ്ങൾക്കില്ല. നിങ്ങൾ കഴുത്തിൽ ഒരു കാന്തി, ഒരു ചരടിൽ തുളസി കഷ്ണം ഇട്ടു കഴുത്തിൽ ധരിക്കുന്നു. ഇത് വൈഷ്ണവ വിഭാഗത്തിന്റെ പ്രതീകമാണ്. കഴുത്തിൽ ധരിച്ചിരിക്കുന്നു. മന്ത്രം ചൊല്ലാനുള്ള 108 രുദ്രാക്ഷ മുത്തുകളുള്ള ഒരു മാലയും നിങ്ങൾ ധരിച്ചിട്ടുണ്ട്. സന്തുകൾ ഇതിനെ ബസുമർണി, ജപമാല എന്ന് വിളിക്കുന്നു. നിന്റെ നെറ്റയിൽ ഒരു അടയാളം ഇട്ടിരിക്കുന്നു. നിങ്ങൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. സന്ത് ഗരീബ് ദാസ്ജി തന്റെ പ്രസംഗത്തിലൂടെ വിശദീകരിച്ചു. कंठी माला सुमरणी पहरे से क्या होए, ऊपर ढूंढा साथ का अंतर राखा खोए। അർത്ഥം, ഓ മണിറാംജി, ബാഹ്യമായ ആർഭാടങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു സാധുവായി കാണപ്പെടുന്നു. അതായത് ബാഹ്യമായ ആഡംബരത്തിൽ നിങ്ങൾ ഒരു കുറവും അവശേഷിച്ചിട്ടില്ല. നിങ്ങളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഭക്തസമൂഹത്തിന് നിങ്ങളുടെ ഭയത്താൽ അവരുടെ ജീവൻ ബലിയർപ്പിക്കാൻ കഴിയും. എന്നാൽ ആന്തരികമായി നിങ്ങൾക്ക് ഒരു സാധുവിന്റെ ഗുണവുമില്ല. അത്യാഗ്രഹത്താൽ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ മലിനമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശുദ്ധി നഷ്ടപ്പെട്ടു. അതായത് നിങ്ങൾക്ക് ഒരു പവിത്ര മനോഭാവമില്ല. അതുകൊണ്ട് കഴുത്തിൽ രുദ്രാക്ഷം ചാർത്തി സാധുവാകില്ല. സ്വയം ക്ഷേമത്തിനായി ഈ സമ്പൂർണ്ണ സന്യാസിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ജീവിതത്തിലുടനീളം പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ഭക്തി ചെയ്യുകയും വേണം. ഇത് ക്ഷേമത്തിലേക്ക് നയിക്കുന്നു. പാട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഒരു അനധികൃത വ്യക്തിയാണ് പാട്ട് നടത്തുന്നതെങ്കിൽ അത് ഭക്തരോടുള്ള വഞ്ചനയാണ്. നിങ്ങളുടെ പൂർവികരായ ഋഷിമാർ യഥാർത്ഥ പണ്ഡിറ്റുകളായിരുന്നു. അവർ പഠിച്ച മനുഷ്യരായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ അവർ ഉപയോഗിച്ചിട്ടില്ല. സന്ത് ഗരീബ് ദാസ്ജി ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 124, ചാപ്റ്റർ നമ്പർ 38, പരീക്ഷിത് രാജാവിന്റെ മോക്ഷം. ഒരു മുനിയുടെ ശാപഫലമായി പരീക്ഷിത് രാജാവിനെ തക്ഷകൻ എന്ന സർപ്പം കടിക്കേണ്ടി വന്നപ്പോൾ പരീക്ഷിത് രാജാവിന്റെ മോക്ഷത്തിനായി ശ്രീമദ് ഭാഗവതം സുധാസാഗർ 7 ദിവസം പാരായണം ചെയ്യേണ്ടി വന്നു. ഭൂമിയിലുള്ള എല്ലാ ഋഷിമാരോടും പണ്ഡിറ്റുകളോടും ശ്രീമദ് ഭഗവത് കഥ പരീക്ഷിത്തിനോട് വിവരിക്കാൻ അഭ്യർത്ഥിച്ചു. അവർ യഥാർത്ഥത്തിൽ പണ്ഡിറ്റുകളായിരുന്നു. അവർക്ക് ദൈവത്തിന്റെ നിയമം അറിയാമായിരുന്നു. 7-ാം ദിവസം ഫലം വരുമെന്നും അവർക്കറിയാം. 7-ാം ദിവസം പരീക്ഷത്തിന് എന്ത് സംഭവിക്കുമെന്നതായിരുന്നു ലോകത്തിലെ ബുദ്ധിജീവികളുടെ കണ്ണ്. ഭൂമിയിലെ എല്ലാ പണ്ഡിറ്റുകളും ശ്രീമദ് ഭഗവത് കഥ പറയാൻ വിസമ്മതിക്കുകയും ഞങ്ങൾക്ക് അധികാരമില്ലെന്ന് പറയുകയും ചെയ്തു. ഒരാളുടെ മനുഷ്യജീവനുമായി കളിച്ച് നമുക്ക് പാപം ഏറ്റുവാങ്ങേണ്ടതില്ല. ശ്രീമദ് ഭാഗവതം രചിച്ച വേദവ്യാസരും ആ കഥ പറയാൻ വിസമ്മതിച്ചു. ഈ ദൗത്യത്തിനായി സുഖ്ദേവ് മഹർഷിയെ സ്വർഗത്തിൽ നിന്ന് വിളിക്കണമെന്ന് എല്ലാ ഋഷിമാരും പറഞ്ഞു. കഥ പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. പരീക്ഷിത് രാജാവിനായി സുഖ്ദേവ് എന്ന മഹർഷി സ്വർഗത്തിൽ നിന്ന് വിളിക്കപ്പെട്ടു. കുറച്ചുകാലം നരകത്തിൽ കഴിഞ്ഞ യുധിഷ്ഠിരൻ സ്വർഗത്തിൽ പുണ്യകർമ്മങ്ങളുടെ ഫലം പുറപ്പെടുവിക്കുന്നു. തന്റെ കുടുംബത്തോടുള്ള വാത്സല്യത്താൽ അർജുനന്റെ ചെറുമകനായ പരീക്ഷത്തിന്റെ രക്ഷയ്ക്കായി അദ്ദേഹം തന്റെ ചില പുണ്യങ്ങൾ മുനി ശുക്ദേവിന് ദാനം ചെയ്തു. ആ പുണ്യങ്ങളുടെ വിലയുമായി ശുക്ദേവൻ ഒരു വിമാനത്തിലിരുന്നു. പരീക്ഷിത് രാജാവിന് ശ്രീമദ് ഭഗവത് കഥ വിവരിക്കാൻ ഭൂമിയിലെത്തി.
7 ദിവസത്തെ കഥ പറഞ്ഞ ശേഷം തന്റെ രാജ്യത്തിലും കുടുംബത്തിലും പരീക്ഷിത്തിന്റെ അടുപ്പം അദ്ദേഹം ഇല്ലാതാക്കി. പവിത്ര കഥയുടെ വിവരണത്തിനിടെ പരീക്ഷിത് രാജാവിനെ തക്ഷകൻ കടിച്ചു. രാജാവ് തൽക്ഷണം മരിച്ചു. എന്നാൽ പവിത്ര കഥ ശ്രവിച്ചതിനാൽ ലോകത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന പരീക്ഷത്തിന്റെ ശ്രദ്ധ സ്വർഗത്തിന്റെ സന്തോഷത്തിൽ മുഴുകി. രാജാവിന്റെ സ്ഥാനത്തിരുന്നപ്പോൾ പരീക്ഷിത് വലിയ കീർത്തനങ്ങൾ നടത്തിയിരുന്നു. അതുമൂലം അദ്ദേഹത്തിന് പുണ്യങ്ങളുടെ കൂമ്പാരമുണ്ടായിരുന്നു. ഇനി പറയുന്ന വാണിയിൽ ദൈവത്തിന്റെ നിയമം വിശദീകരിച്ചിരിക്കുന്നു. कबीर जहाँ आशा तहाँ बासा हुई, मन कर्म वचन सुमरियो सोई. പരിഭാഷ. ഗീത അധ്യായം 8 6 ശ്ലോകത്തിലും ഈ തെളിവ് നൽകിയിരിക്കുന്നു. ഹേ ഭാരത, ആരെങ്കിലും മരണസമയത്ത് സ്മരിക്കുന്നുവോ അവൻ അവൾ അവന്റെ അവളുടെ അടുത്തേക്ക് മാത്രമേ പോകുകയുള്ളൂ എന്നത് ദൈവത്തിന്റെ നിയമമാണ്. ഈ നിയമപ്രകാരം തന്നെ പരീക്ഷിത് രാജാവിന്റെ ആത്മാവ് ഭൗതിക ശരീരം ഉപേക്ഷിച്ച് പാമ്പിന്റെ വിഷം കൊണ്ട് മരിച്ചതിനു ശേഷം അതിന്റെ സൂക്ഷ്മ ശരീരത്തിൽ ശുക്ദേവ് മുനിക്കൊപ്പം ഒരു വിമാനത്തിൽ സ്വർഗത്തിലേക്ക് പോയി. സന്ത് ഗരീബ് ദാസ് ജി, ചുഡാനി ഗ്രാമം, ജില്ല ജജാർ, മണിറാംജിയോട് പറഞ്ഞു. പരീക്ഷിത് രാജാവിന്റെ മനസ്സ് ലോകത്തിൽ നിന്ന് വേർപെട്ടുവെന്നും ശുക്ദേവ് മഹർഷി വിവരിച്ച പുണ്യകഥ ശ്രവിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു. തന്മൂലം തന്റെ മരണശേഷം ആ ജന്മത്തിൽ രാജാവായി ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായി അവൻ സ്വർഗത്തിലേക്ക് പോയി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 125. ജനന മരണചക്രം ഇപ്പോഴും അവശേഷിക്കുന്നു. കാലബ്രഹ്മിന്റെ ലോകത്തിൽ സമ്പൂർണ്ണ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ദൗർലഭ്യം മൂലം സ്വർഗം, മഹാസ്വർഗം നേടുന്നത് മാത്രമാണ് മോക്ഷമായി കണക്കാക്കുന്നത്. കാലബ്രഹ്മ ലോകത്തിന്റെ മോക്ഷം പോലും ഭൂമിയിലെ ഒരു മുനിയുടെയും പണ്ഡിറ്റിന്റെയും ആരാധനയുടെ തലം കൊണ്ട് നേടാനാവില്ല. കാരണം അവരുടെ ലക്ഷ്യം പാതയിലും കഥയിലും, അതായത് സത്സംഗം ചെയ്യുന്നതിലൂടെ ബഹുമാനവും പ്രശംസയും നേടുക എന്നതാണ്. മറ്റൊരു മഹർഷിയേക്കാൾ കൂടുതൽ പ്രശസ്തി നേടാനുള്ള ആഗ്രഹത്തിൽ അസൂയയും അവരെ ബാധിക്കുന്നു. സന്ത് ജനകരാജാവിന്റെ ശിഷ്യനായിരുന്നു ശുക്ദേവ്. സമ്പൂർണ്ണ ദൈവം കബീർ ജനകരാജാവിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് സോഹമന്ത്രം നൽകി. ജനകരാജാവിന്റെ പ്രധാന ശിഷ്യനായിരുന്നു ശുക്ദേവ്. ജനക് ജി ഈ മന്ത്രം ശുക്ദേവിന് മാത്രമാണ് നൽകിയത്. അതിന്റെ ഫലമായി ശുക്ദേവിന്റെ സ്വർഗാവകാശം നീണ്ടതാണ്. കാലൻ ജനക് രാജാവിനെ വഞ്ചിച്ചു. നരകയാതന അനുഭവിക്കുന്ന 12 കോടി ജീവജാലങ്ങൾക്ക് ജനക് രാജാവ് തന്റെ പുണ്യത്തിന്റെ പകുതി ദാനം ചെയ്തിരുന്നു. ഇക്കാരണത്താൽ അദ്ദേഹത്തിന്റെ സ്വർഗ കാലാവധി ചുരുങ്ങുകയും 1469 പഞ്ചാബിൽ, ഇന്ത്യയിൽ ശ്രീ കലുറാം മെയ്ത്തയുടെ ഖത്രി അറോറ വീട്ടിൽ ശ്രീ നാനക് ജിയായി അദ്ദേഹം ജനിക്കുകയും ചെയ്തു. നിലവിൽ ആ സ്ഥലം പാകിസ്ഥാനിലാണ്. ശുക്ദേവ് ജിക്ക് ഭൂമിയിൽ ആരോടും വെറുപ്പും അസൂയയും ഉണ്ടായിരുന്നില്ല. ഒരു ബഹുമാനത്തിനും പ്രശംസയ്ക്കും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കഥ പരീക്ഷിത്തിന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തി. അതിന്റെ ഫലമായി രാജാവ് സ്വർഗത്തിലേക്ക് പോയി. മറ്റൊരു സന്യാസി പവിത്ര കഥ പറഞ്ഞിരുന്നെങ്കിൽ രാജാവിന്റെ മനസ്സ് രാജ്യത്തിലും കുടുംബത്തിലും നിലനിൽക്കുമായിരുന്നു. അവന് ഭൂമിയിൽ ഒരു പുനർജന്മം ഉണ്ടാകുമായിരുന്നു. രാജാവായി തന്റെ ഗുണങ്ങൾ പാഴാക്കുമായിരുന്നു. സന്ത് ഗരീബ് ദാസ് ജി പറഞ്ഞു, ഓ മണിറാം, ഒരു ജീവിയുടെ ജനനവും മരണവും അവസാനിക്കുന്നതുവരെ പരമമായ ശാന്തി നേടാനാവില്ല. ഒരു രാജാവാകുമ്പോൾ ഒരുവൻ രാജ്യത്തിന്റെ നഷ്ടത്തിന്റെയും നേട്ടത്തിന്റെയും അഗ്നിയിൽ എരിയുന്നു. ദരിദ്രനാകുമ്പോൾ ഒരാൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. അപ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശരീരങ്ങളിൽ ഒരാൾ കഷ്ടപ്പെടുന്നു. നിങ്ങൾ ശ്രീകൃഷ്ണൻ എന്ന വിഷ്ണുവിന്റെ ഒരു ഭക്തനാണ്. വൈഷ്ണവ സാധുക്കൾ ശ്രീ വിഷ്ണുജിയെ അവരുടെ ദൈവമായി കണക്കാക്കുന്നു. ശ്രീകൃഷ്ണൻ, അതായത് ശ്രീ വിഷ്ണു, അർജുനന് ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അറിവ് പറഞ്ഞുകൊടുത്തുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു പരമേശ്വരനുണ്ടെന്ന് ഗീതാധ്യായം 18 ശ്ലോകം 62 ഗീതാവാക്താവ് വ്യക്തമാക്കുന്നു. ഓ ഭാരത, എല്ലാ കാര്യങ്ങളിലും ആ പരമാത്മാവിന്റെ അഭയത്തിൽ പോകുക. ആ പരമമായ ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ നിങ്ങൾക്ക് പരമമായ ശാന്തിയും ശാശ്വത പരമമായ വാസസ്ഥലവും ലഭിക്കൂ, അതായത് സത്യലോകം ലഭിക്കൂ. ഗീത അധ്യായം 7 ശ്ലോകം 29 ഗീതയുടെ വക്താവ് പറയുന്നു, ജര, വാർദ്ധക്യം, മരണം എന്നിവയിൽ നിന്ന് മുക്തരാകാൻ ശ്രമിക്കുന്ന ആരാധകർ, കാലലോകം രാജ്യത്തിനായി ആഗ്രഹിക്കാത്തവർ, സ്വർഗം, വലിയ സ്വർഗം, അവർക്ക് തദ് ബ്രം, മുഴുവൻ ആത്മീയത, എല്ലാ പ്രവർത്തനങ്ങളും പരിചിതമാണ്. ഗീത അധ്യായം 8 ശ്ലോകം 1 അർജുനൻ ഗീതാധാതാവിനോട് ചോദിച്ചു. ഗീത അധ്യായം 7 ശ്ലോകം 29 നിങ്ങൾ പരാമർശിച്ച ആ തദ് ബ്രം എന്താണ്? ഗീതയുടെ വക്താവ് അതിന്റെ ഉത്തരം ഗീത അധ്യായം 8 ശ്ലോകം 3 നൽകിയിട്ടുണ്ട്.
വക്താവ് പറയുന്നു, അദ്ദേഹം പരം അക്ഷർ ബ്രഹ്മാണ്. ഗീത അധ്യായം 8 ശ്ലോകം 5-7 ഗീതാജ്ഞാനത്തിന്റെ വക്താവ് തന്റെ ഭക്തിയിലൂടെ താൻ നേടിയെടുക്കാൻ ഉപദേശിക്കുകയും ബ്രഹ്മിനെ പ്രാപിക്കുവാൻ പറയുന്നു. ഗീത അധ്യായം 8 8-9 ശ്ലോകങ്ങളിൽ ആ പരമബ്രഹ്മിന്റെ ഭക്തി ചെയ്യാൻ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനാൽ ആ പരമ അക്ഷര ബ്രഹ്മിനെ പ്രാപിക്കും. ഗീത അധ്യായം 2 ശ്ലോകം 12, അധ്യായം 4 ശ്ലോകം 5, അധ്യായം 10 ശ്ലോകം 2 ഗീതയുടെ വക്താവ് പറയുന്നു, ഹേ അർജുൻ, നിനക്കും എനിക്കും നിരവധി ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാവിയിലും നമുക്കവ ഉണ്ടായിരിക്കും. ഗീത അധ്യായം 2 ശ്ലോകം 17 അനശ്വരനായ ദൈവത്തെ പരാമർശിച്ചിട്ടുണ്ട്. അധ്യായം 15 ശ്ലോകം 16-17 3 പുരുഷന്മാരെ, ദൈവങ്ങളെ പരാമർശിച്ചിട്ടുണ്ട്. 16-ാം ശ്ലോകത്തിൽ ക്ഷരപുരുഷന്റെയും അക്ഷരപുരുഷന്റെയും വിവരണമുണ്ട്. രണ്ടുപേരും മർത്യരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് അധ്യായം 15 ശ്ലോകം 17 അനശ്വരമായ പരം അക്ഷര ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഉത്തമ പുരുഷനാണ്, അതായത് പരമാത്മാവ് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം മാത്രമാണ് ത്രിലോകങ്ങളെ പോഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അനശ്വരനാണ്. ഗീതാധ്യായം 15 4-ാം ശ്ലോകത്തിൽ ഗീതാവിജ്ഞാനത്തിന്റെ വക്താവ് ഒരു തത്വദർശി സന്യാസിയെ കണ്ടെത്തിയ ശേഷം പരമാത്മാവിന്റെ ആ പരമോന്നത അവസ്ഥയെ അന്വേഷിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ത്രിലോകങ്ങളെ അവിടെ പോയ ഭക്തർ ഒരിക്കലും ഈ ലോകത്തേക്ക് മടങ്ങി വരില്ല. ലോകസമാനമായ വൃക്ഷം വ്യാപിച്ചിരിക്കുന്ന ആ ദൈവത്തെ, അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഗീതയിൽ നിന്നുള്ള വിവരണത്തിന്റെ അവസാനം സന്ത് ഗരീബ് ദാസ് ജി മണിറാമിനോട് പറഞ്ഞു, പരം അക്ഷര ബ്രഹ്മത്തിന്റെ ഭക്തി, അതായത് തത് ബ്രഹ്ം എന്റെ പക്കൽ ലഭ്യമാണ്. സന്ത് ഗരീബ് ദാസ് ജി, നിങ്ങൾക്ക് പൂർണ്ണമായ മോക്ഷം ലഭിക്കണമെങ്കിൽ എന്നിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് നിങ്ങളുടെ മോക്ഷം നേടുക. ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും മണിറാം മനസ്സറിഞ്ഞു. അവൻ ഉടൻ തന്നെ എല്ലാം മനസ്സിലാക്കി. ദീക്ഷ സ്വീകരിച്ച് കാപട്യങ്ങൾ ഉപേക്ഷിച്ച് തന്റെ മോക്ഷം നടത്തി.